എന്നാൽ ഈ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നുകൂടി ചോദിക്കാം, നിങ്ങളൊന്നൊരു വ്യക്തത കിട്ടാൻ. ഷിർക്കാണോ അല്ലേ? അഭൗതികമായ രീതിയിൽ പടപ്പുകളിൽ നിന്ന്, ഏതെങ്കിലും പടപ്പുകളിൽ നിന്ന് അഭൗതിക രീതിയിൽ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണോ അല്ലേ? ഭൗതികമായ മാർഗത്തിൽ സൃഷ്ടികളിൽ നിന്ന്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന്, ആരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാലും അത് ഷിർക്കാണോ അല്ലേ? അഭൗതികമായ നിലക്ക്, അദൃശ്യമായ നിലക്ക് ചോദിച്ചാൽ ഷിർക്കാണോ? ഇപ്പോഴും അദ്ദേഹം സംശയിക്കുകയാണ്. സംശയിക്കണ്ട, അത് അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുലാണ്, അത് ഷിർക്കുമാണ്. രണ്ടാമത്തെ ചോദ്യം, എന്തേ അനസ്മുറി തൊടാത്ത? ഇപ്പൊ തപ്പ കടന്നിട്ട് മൊബൈലില് സെക്രട്ടറി ഒപ്പുണ്ട്, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യത്തിനോട് തൊട്ടിട്ടില്ല. എന്താ? അഭൗതികമായ മാർഗത്തിൽ ഏതെങ്കിലും പടപ്പിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ ഷിർക്കാണോ അല്ലേ? അവിടെ പറഞ്ഞത് ദുആക്കർത്തൻ കുഞ്ഞീദ് മദനി പറഞ്ഞു ഗുണം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണ്. ദുആക്കർത്തൻ കുഞ്ഞീദ് മദനി പറഞ്ഞു ഗുണം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണ്. അടുത്ത മറുപടി ഷിർക്കാണോ അല്ലേ? എസ് ആർ നോ ക്വസ്റ്റ്യൻ. അതിനകത്തൊന്നും വേണ്ട. ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. എന്താ മറുപടി? എന്താ? അഭൗതികമായ അദൃശ്യമായ കാര്യത്തിൽ നടത്തുന്ന നേട്ടം അത് അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുലാണ്, അതുകൊണ്ട് അത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. 20 ആയത്തുകൾ ഓതി. ആ 20 ആയത്തുകളും അതിന് തെളിവാണ്. മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാരും കണ്ടതല്ലേ മറുപടി പറഞ്ഞത്? പക്ഷെ മറുപടിയായി പോയി. ഞാൻ ചോദിച്ചെന്താ? നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദിച്ച ചോദ്യം എന്താ? അതെന്ത് ഈ സാധനം തൊടാത്തത്? മറ്റേ പിന്നെ അഖ്സാഗായത്തുൽ ഖുദൂഇ വതദല്ലുലുണ്ട് ആയത്തല്ലെങ്കിലും ഇതിനെന്താ തൊടാത്തത്? ഞങ്ങൾ ചോദിച്ചല്ലേ, ഏതെങ്കിലും പടപ്പിൽ നിന്ന്, ഏതെങ്കിലും പടപ്പിൽ നിന്ന് അഭൗതിക മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണോ അല്ലേ? യെസ്. അതിന് വളരെ മറുപടി എളുപ്പമാണ്. ഞാൻ പറഞ്ഞ ആയത്തുന്നതെന്താ? ഒരു ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. എന്തപ്പോ പറയാത്തവര്? ഞാൻ രണ്ടോട്ടം ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മറുപടി അതിന് വല്ല മറുപടി എന്ന് പറയണ്ട. അതിന് കുറെ ആയത്തൊന്നും നോക്കണ്ട. എന്ത് പറഞ്ഞാൽ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. വളരെ സിമ്പിളായ മറുപടി. ഇത് ആണുമില്ല, അല്ലില്ല. ഇതെന്താ അങ്ങനെ ആയി പോയി? ഏതെങ്കിലും ഒന്നും ഇതൂടെ, ഒന്നെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. മുജാഹിദൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല? ശിർക്കാവൂല. തേടിയാലേ ആകുള്ളൂ എന്നിട്ടാണല്ലോ ഇപ്പൊ എത്തിയത്. എന്റെ ചോദ്യം, ഇപ്പൊ സിഎം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണോ നിങ്ങളെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവുന്നതാണ് എന്നല്ലേ? അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ, ശിർക്ക് വ്യക്തമായിട്ട് പഠിച്ചോ. അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു, തേടിയില്ല. അയാൾ മുശ്രിക്കാണോ? മുശ്രിക്കല്ലേ? നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം. പിന്നെ ആമിന ബീവിന്റെ പേര് കേട്ട റളിയല്ലാഹു അൻഹ അറിയില്ല, ഞങ്ങൾ ആവേശത്തോടെ പറയും റളിയല്ലാഹു അൻഹ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ മദ്രസയിൽ ശരിക്കൊന്ന് പോകണം. കാരണം ഫിഖ്ഹ്, അഖീദ, താരീഖ്, തജ്വീദ് ഇങ്ങനെ കുറെ ബുക്ക് ഉണ്ട് അവിടെ. ഇത് ഫിഖ്ഹ് അല്ലാത്തതൊക്കെ മുപ്പര് മനസ്സിലാക്കിയത് അഖീദാണ്. മോനെ, ഇത് താരീഖാണ് കേട്ടോ. അതെങ്കിലും പഠിച്ചു വെക്കണ്ടേ? എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? അതവിടെ ഇരിക്കട്ടെ. എന്റെ ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പെന്തായിന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്. പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്. പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി. ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി? നമ്മുടെ ഷൗക്കാൻ. പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി തള്ളിക്കളഞ്ഞ അവസാനം അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങൾ മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ അല്ലേ? ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹർ ചെയ്താൽ ശിർക്കാണെന്ന് ചർച്ച വേറെ, അത് വേറെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ഇയാക്കേതാ അവസരം തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടിയാണ്. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടി നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞു തരൂലേ? മണിമണിയായിക്ക് തെളിവ് സഹാബികൾ ചെയ്തത് വേണോ? നബി തങ്ങൾ തേടാൻ പറഞ്ഞത് വേണോ? ചോദിച്ചോ, ഞങ്ങൾ എവിടെ തരാം.
മൂപ്പർക്ക് അവസരം തന്നെ ഓർമ്മയില്ല. ഞങ്ങളെ ചോദ്യ നിങ്ങളെ തൗഹീദ് പൊളിക്കാൻ പൊളിഞ്ഞു, അത് പൊളിഞ്ഞു പാലിസായി. കാരണം നിങ്ങൾ ജബ്ബാർ പോയി, സക്കരിയ പോയി, ഷൗക്കാനി പോയി, നബി ഇമാമും പോയി, എല്ലാവരും പോയി. ഒടുവിൽ നോക്കുമ്പോ സിഹിറിൽ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കും നിങ്ങൾ വിശ്വസിച്ചു. സിഹിർ അറിഞ്ഞാലോ അഭൗതിക കൈവുണ്ടെന്ന് ഒരാൾക്ക് വിശ്വസിക്കലാണ്. അതോടെ നിങ്ങൾ ഔട്ടായി. എന്ത് മറുപടി? ആ മണിയായി മറുപടി നൽകും. പക്ഷെ ആള് ഇപ്പൊ ഒരു വിവാദ മണി ഉണ്ടല്ലോ, ഏതാണ്ട് ആ മണിയായി എന്നല്ലാതെ കാര്യമൊന്നും വിഷയത്തിലില്ല. ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്നതിന് ലൈസൻസും ഇല്ല, അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞൊന്നും അറിയില്ല. നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി. അതന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. ശരിക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. ഒരു മലക്ക് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു എന്റെ പാപം പുറത്തു തരും എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. കാരണം അത് മലക്കിന് അള്ളാഹ് കൊടുത്ത കഴിവാണ്. അത് അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ച പണിയാണ്. എന്നാൽ ഈ ചെയ്യുന്നയാളോ അയാൾ സഹായം തേടി, അയാൾ ജിന്നിനോട് സഹായം തേടി. അതുകൊണ്ടാണ് കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും ശിർക്കാണ്. അതുപോലെ തന്നെ അത് പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജമിയത്തുൽ ഉലമ അതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട്. അത് പറയാൻ അധിക സമയമൊന്നും വേണ്ട. അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ. അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രം തീരുമാനാക്കിയാൽ മതി.